ഓശാന ഞായറാഴ്ചയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു കഴുതയുടെ കഥ കേട്ടത് ഓർമ്മയിലുണ്ട്. കഴുതയ്ക്ക് സാധാരണ ദിവസം കിട്ടുന്നതിനെ കഴിഞ്ഞും മൃഷ്ടാന്ന ഭോജനം തൻ്റെ യജമാനൻ കൊടുത്തു. കഴുത വളരെ സന്തോഷത്തോടു കൂടി അത് കഴിച്ചിട്ട് ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കിടക്കുമ്പോഴാണ് തനിക്ക് ഒട്ടും പരിചയമില്ലാത്ത, യജമാനല്ലാത്ത 2 പേര് വന്ന് അതിനെ അഴിച്ചുകൊണ്ടു പോകുന്നു. അഴിച്ചുകൊണ്ടുപോയത് മാത്രമല്ല, അവൻ വളരെ സ്നേഹത്തോടു കൂടി അവരവനെ ആനയിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് അവൻ്റെ ദേഹത്ത് നല്ല അങ്കി ഇടുന്നു. അതിലേക്ക് വളരെ സുന്ദരനും കോമളനുമായ ഒരാൾ കയറിയിരിക്കുന്നു. അത് വളരെ വിചിത്രവും അതോടൊപ്പം തന്നെ അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമായിരുന്നു. കാരണം താൻ വെക്കുന്ന ഓരോ കാൽപ്പാടും വില കൂടിയ വസ്ത്രങ്ങൾ വിരിച്ച പ്രതലത്തിലൂടെയാണ് നടക്കുന്നത്. നടന്ന് നീങ്ങുന്നതനുസരിച്ച് വേറെ വസ്ത്രങ്ങൾ വന്നു വീഴുന്നു. ഒരുപാട് പുഷ്പങ്ങൾ വർഷിക്കപ്പെടുന്നു. ജൈവിളികൾ ഉയരുന്നു. ഒലിവിൻ ചില്ലകൾ ഏന്തി 2 സൈഡിലും ആൾക്കാർ നിൽക്കുന്നു. അങ്ങനെ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈശോയുടെ ഓശാന ഞായറാഴ്ച ഒത്തിരിയേറെ മനോഹരമായ ഒരു ദിവസമാണ്. ഈശോ ഒരുപാട് സന്തോഷത്തോടു കൂടി, എല്ലാവരും ഒരുപാട് സന്തോഷത്തോടു കൂടി അവനെ ആനയിക്കുന്നു. പട്ടണം മുഴുവൻ ഒരുങ്ങി നിൽക്കുന്നു. ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റിനോടും പറയാതെ അത് നടത്തുന്ന ആൾക്കാർ ഒന്നും ചെയ്യാതെ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുകയോ ചെയ്യുന്നത്. ഒന്നും അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് വേണ്ടി എല്ലാം അറേഞ്ച് ചെയ്ത് തരുമെന്ന് കാണിച്ചു തരുന്ന ഒരു ദിവസവും കൂടിയല്ലേ ഓശാന ഞായർ. സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, നന്മയുടെ ദിവസം. സന്തോഷം മാത്രം തിങ്ങി നിൽക്കുന്ന പട്ടണം, തിങ്ങി നിൽക്കുന്ന മനസ്സ്, രാജാതിരാജൻ എഴുന്നള്ളുന്ന ദിവസം. ഈ രാജാവിൻ്റെ എല്ലാ നന്മയും അനുഗ്രഹവും ഉള്ളതല്ലേ നമുക്കെല്ലാവർക്കും? നമ്മുടെ ഉള്ളിലും വസിക്കുന്നത് ഈശോയല്ലേ? ആ കഴുതയെ പോലെ നമ്മൾ അംഗീകരിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്? നമ്മുടെ കഴിവോ നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തിയും കൊണ്ടാണോ നമ്മൾക്ക് അംഗീകാരവും സ്നേഹവും സന്തോഷവും ഒക്കെ കിട്ടുന്നത്? അപ്പം ഭയമില്ലാതെ സന്തോഷത്തോടു കൂടി ഈ ഓശാന ഞായർ എൻ്റെ സന്തോഷത്തോടുകൂടി നമ്മൾ വിശുദ്ധ വാരത്തിലേക്ക് കടക്കാൻ നമുക്കൊരുക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാട്ടെ.